കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഞാൻ അപ്പോൾ പറയുകയുണ്ടായി. അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ഒരു കാര്യത്തിൽ 3 ഘടകങ്ങളാണ് നമ്മൾ കാണുക. 1 വിദ്യാർത്ഥി, 2 രക്ഷിതാവ്, 3 അധ്യാപകൻ. നമ്മളെടുത്ത ഭാഗത്ത് വിദ്യാർത്ഥിയുടെ ഭാഗത്ത് ആയിട്ട് മകൻ, രക്ഷിതാവ് അവിടെ അപ്പൻ തന്നെയുണ്ട്, അധ്യാപകർ, ശിഷ്യന്മാർ. ഇനി ഒരു ഘടകം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതാണ് ദ സൂപ്പർ മാസ്റ്റർ ടീച്ചർ യേശു. ഇന്ന് എടുക്കുന്ന ഭാഗം, ഇന്ന് ഞാനൊരു സുവിശേഷ ഭാഗത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വിഷയം എടുത്തിരിക്കുന്നത്. അത് അവിടെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, വിദ്യാർത്ഥി. പ്രധാനമായിട്ട് ആ ഘടകമാണ് അവിടെ ഉള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളാണ്. ബർത്തമ്യൂസ് എന്ന് പറയുന്ന അന്ധയാചകന് കാഴ്ച കൊടുക്കുന്ന ഭാഗം ആണ്. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തെമയോസിൻ്റെ പുത്രനായ ബർത്തമ്യൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഈ തിരുവചന ഭാഗത്ത് നമ്മൾ ഒരു മാതൃക വിദ്യാർത്ഥിയെ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത്. ഒരു മാതൃകാ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെല്ലാം തന്നെ ഈ അന്ധയാചകനിൽ അവസാനം ഉണ്ടായി. ഒരു വിദ്യാർത്ഥി സാധാരണ നിലയിൽ കുറെ കുറവുകളൊക്കെ ഉള്ളവരായിരിക്കാം. ആ കുറവുകളെല്ലാം യേശുവുമായുള്ള ആ ബന്ധത്തിൽ പരിഹരിക്കപ്പെട്ടു. അവനൊരു ഒന്നാന്തരം വിദ്യാർത്ഥിയായി മാറുകയാണ്. നമ്മൾ ഈ അന്ധയാചകൻ്റെ ചിത്രം ആദ്യം നോക്കുമ്പോൾ അത്ര മിഴിവുറ്റ ചിത്രമല്ല. പല കുട്ടികളെയും പോലെ ക്ലാസ്സിലൊക്കെ നമ്മൾ കാണുന്ന പല കുട്ടികളും അത്രയും ബ്രില്യൻ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നുണ്ടാവില്ല. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ചിലപ്പോൾ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ പിന്നീട് അവനിൽ വലിയ മാറ്റം വന്ന് അവനൊരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി മാറുന്നത് നമ്മൾ കാണുന്നു. മിഴിവുറ്റ ഒരു ചിത്രം അവൻ്റെ ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മൾ കാണും. ഇവിടെ ഈ യാചകൻ എന്തുകൊണ്ടാണ് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീർന്നത്? 3 വാക്കുകളാണ് അവിടെ ഉള്ളത്. ഞാനത് വായിച്ചപ്പോൾ സ്ട്രെസ് ചെയ്തു. അവൻ അന്ധനായിരുന്നു. 2, അവൻ യാചകനായിരുന്നു. 3, അവൻ ഇരിക്കുകയായിരുന്നു. ഈ 3 കാര്യങ്ങളാണ്. 1, അന്ധനായിരിക്കുക. അത് ജന്മനാലുള്ള അന്ധതയല്ല, കാഴ്ച വീണ്ടും കിട്ടണം എന്നാണ് അവൻ യാചിക്കുന്നത്. ഒരു കാലത്ത് അവൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. ഇത് ഒരു വിദ്യാർത്ഥിയുടെ കേസിൽ പലപ്പോഴും അന്വർത്ഥമാണ്.
LKGയിലും UKGയിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മിടുക്കനും മിടുക്കിയുമായിട്ടുള്ള കുട്ടികൾ പലരും 4 അല്ലെങ്കിൽ 6, 8 അല്ലെങ്കിൽ 9, 10 ഒക്കെ ആകുമ്പോൾ പഠിക്കാണ്ടാവുക. ചിലർ 10-ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിട്ട് 11-ഉം 12-ലും പഠനത്തിൽ പുറകോട്ട് പോവുക. അവിടെ ആദ്യം മിടുക്കനായിരുന്നു, പിന്നെ പഠനത്തിൽ പുറകോട്ട് പോയി. ഈ അന്ധയാചകൻ്റെ പോലെ തന്നെ അവൻ ആദ്യം അന്ധനല്ലായിരുന്നു. അവന് അന്ധത മാറിക്കിട്ടണമെന്നാണ്, കാഴ്ച വീണ്ടു കിട്ടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു കാലത്ത് അവന് കാഴ്ചയുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ കേസിലും ഇതുപോലെ തന്നെയാണ്. പലരും നന്നായി പഠിക്കുന്നവർ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നു. രണ്ടാമത്തെ അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അവൻ യാചകനായിരുന്നു. യാചകൻ എന്നുവെച്ചാൽ ഒന്നും കൊടുക്കാനില്ലാത്തവൻ എന്നാണ്. യാചകൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ? കിട്ടണം 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 എന്നുള്ള ചിന്തയാണ്. അവന് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. വിദ്യാർത്ഥികളുടെ കേസും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കൊടുക്കാനൊന്നും ഇല്ല. കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ അല്ലല്ലോ, അവന് അറിവ് കൊടുക്കാനില്ല. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവന് നല്ലൊരു സ്വഭാവം കാഴ്ചവെക്കാനോ അതുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അവൻ ഒരു യാചകൻ്റെ അവസ്ഥയാണ്. കൊടുക്കാനൊന്നുമില്ല, കിട്ടാനേ ഉള്ളൂ. അത്തരം വിദ്യാർത്ഥികൾ ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമത്തേത്, അവൻ ഇരിക്കുകയായിരുന്നു. ഈ യാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇരിക്കുകയായിരുന്നു. ആ ഇരിക്കുക എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇനാക്ടിവിറ്റി, പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥ. ഇന്ന് പല കുട്ടികളുടെയും കേസ് അങ്ങനെയുണ്ട്. പ്രവർത്തനമൊന്നുമില്ല. സ്കൂളിലെ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിലൊന്നും പങ്കെടുക്കില്ല. കളികളിൽ പങ്കെടുക്കില്ല. അതുപോലെ കലോത്സവങ്ങളോ എക്സിബിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും പങ്കെടുക്കില്ല. ഇനി പള്ളിയിലാണെങ്കിൽ അവിടെ സൊഡാലിറ്റി, മിഷൻ ലീഗ്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സംഘടനകളുണ്ടാവും, അതിലൊന്നിലും പങ്കെടുക്കില്ല. അത്തരം കുട്ടികൾക്ക് ഒരു മിഴിവുറ്റ ചിത്രം ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ധാരാളം പേരെ. ആക്ടിവിറ്റീസിലൊന്നും അത്തരം ആളുകൾക്കൊരു നല്ല ചിത്രം ഉണ്ടാവില്ല, അവരെ പറ്റി നല്ലൊരു അഭിപ്രായം ഉണ്ടാവുകയില്ല. ഇതാണ് എനിക്ക് ആ അന്ധയാചകനെ കുറിച്ച് ആദ്യം മനസ്സിലായ കാര്യങ്ങൾ. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളിലും നമ്മൾ കാണുന്ന അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷേ ഈ അന്ധയാചകന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവന് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, തീക്ഷണമായ ആഗ്രഹമുണ്ടായിരുന്നു. 2 കാര്യങ്ങളാണ് അവനെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ആദ്യത്തേത് 3 കാര്യങ്ങൾ പറഞ്ഞത് 3 നെഗറ്റീവാണ്. അതാണ് അവൻ്റെ ചിത്രം മോശമാവാൻ കാരണം. അവന് 2 പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന്, അവന് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധാരണ ആഗ്രഹമല്ല, തീക്ഷണമായ ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ അവൻ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞത്. ആഗ്രഹം തീക്ഷണമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മറ്റുള്ളവരൊക്കെ അവനെ ശാസിച്ചു. മിണ്ടാണ്ടിരിക്കടാ, യേശുവാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചപ്പോൾ അവൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. അവൻ പൂർവാധികം ശക്തിയോടുകൂടി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവന് സൗഖ്യപ്പെടണം എന്നുള്ള ആ തീക്ഷണമായ ആഗ്രഹമുണ്ടായിരുന്നതിൻ്റെ തെളിവാണത്. വിദ്യാർത്ഥികളുടെ കേസിലും പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? കുട്ടികൾ 11ഉം 12ഉം ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് അവരെ ഉഴപ്പും. ചിലപ്പോൾ ഈ കുട്ടികൾ അതിൽ വീണു പോകും. പിന്നെ അവൻ്റെ പഠനം കഴിഞ്ഞു. ഓണം പഠിച്ചിരുന്നവരാ. ചിലപ്പോൾ അവർ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കൂട്ടുകാർ പറയും, നീ 10ാം ക്ലാസ്സിൽ അവസാനത്തെ 2 മാസം, ഫെബ്രുവരി മാർച്ച് അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഈ 3 മാസം കൊണ്ടല്ലേ നീ പഠിച്ച്
ഫുൾ A+ മേടിച്ചത്? നിനക്കിതൊക്കെ വളരെ എളുപ്പമാണ്. നിനക്കിപ്പോൾ 2 മാസം കൂടിയും വേണ്ട പഠിക്കാൻ. ഇപ്പം നീ ജൂൺ ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ പഠിക്കണത് എന്തിനാ? നമുക്കൊന്ന് ഉഴപ്പാ, ഒന്ന് എൻജോയ് ചെയ്യുക എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. ഈ ശിഷ്യന്മാർ പോലും അതാ ചെയ്തത്. മിണ്ടാതിരിക്കട, യേശുവാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഈ അനുഭവം ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഈ അന്ധയാചകനെ അനുകരിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവണം. അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം ഇവരൊക്കെ തടഞ്ഞിട്ടും ആ അന്ധയാചകൻ വിട്ടുകൊടുത്തില്ല. പൂർവാധികം ശക്തിയോടുകൂടി അവൻ വിളിച്ചു പറയുകയാണ് ചെയ്തത്. അതാണ് ബോയിലിംഗ് ഡിസയർ എന്ന് പറയുന്നത്. തീക്ഷണമായ ആഗ്രഹം, ഡിസയർ, തിളയ്ക്കുന്ന ആഗ്രഹം. നിങ്ങൾ വെള്ളം തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ബബിൾസ് വരും. അതുപോലത്തെ ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ആ ആഗ്രഹം, അതാണ് തീക്ഷണമായ ആഗ്രഹം, ആർഡൻ്റ് ഡിസയർ, തിളയ്ക്കുന്ന ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. ആ വിദ്യാർത്ഥിക്ക് അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. തടസ്സങ്ങളെ മാറ്റി നിർത്താൻ, തടസ്സങ്ങളെ കണ്ടില്ല എന്ന് വെക്കാനായിട്ടുള്ള ഒരു കഴിവ് വിദ്യാർത്ഥിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ പഠിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അന്ധയാചകനിൽ കാണുന്ന 2 പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിൽ ഒന്ന് ഈ തീക്ഷണമായ ആഗ്രഹം. രണ്ടാമതൊരു അത് വലിയ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് അയാളുടെ, ഹൈലി പോസിറ്റീവായിട്ടുള്ളതാണ്. ആരാ പോണേന്നുള്ളത് അയാൾ അറിഞ്ഞു, കണ്ടറിഞ്ഞതല്ല, തിക്കും തിരക്കും കേട്ട് അറിഞ്ഞു. പണ്ടത്തെ കാലഘട്ടത്തിൽ റബ്ബിമാർ നടന്നുകൊണ്ടാണ് പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ റബ്ബിമാർ വഴിയിൽ കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ അടുത്തു കൂടും. അങ്ങനെ അടുത്തുകൂടി വല്ലതൊക്കെ ചോദിക്കുമ്പോൾ അവർ മറുപടി, റബ്ബി ഗുരു മറുപടി പറയും. അങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി വരും ചുറ്റും. അപ്പോൾ ശരിക്കും ഒരു ബഹളമാണ് പോകുന്നത്. ബഹളം എന്ന് വെച്ചാൽ റബ്ബി പറയുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെ വിളിച്ചു പറയും, ഏറ്റുപറയും. ആ കേട്ടവരെ വീണ്ടും വിളിച്ചു പറയും. അങ്ങനെയാണ് റബ്ബി പറയുന്ന കാര്യം വലിയ ഒരു ജനക്കൂട്ടം കേൾക്കുക. അന്ന് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒന്നുമില്ല. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ വലിയ ആരവം ഉണ്ടാവും. ഈ റബ്ബി റോട്ടിലൂടെ പോകുമ്പോൾ വലിയൊരു ആരവം ഉണ്ടാവും. അങ്ങനെ ഈ ബർത്തമിയൂസ് ഭിക്ഷയാചിക്കാൻ റോഡിൽ ഇരിക്കുമ്പോൾ റോഡിലൂടെ വലിയൊരു ആരവം പോകുന്നത് കേട്ടു. അടുത്തുള്ളവരോട് ചോദിച്ചു, എന്താ സംഭവിക്കണേ, എന്താ ഈ ആരവം? അപ്പോൾ യേശു പോകുന്നതാണ് എന്ന് അവന് പറഞ്ഞു കൊടുത്ത് കാണും. ഉടനെ അവന് സ്ട്രൈക്ക് ചെയ്തു. അവൻ ഉള്ളിൽ വളരെ കാലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്, യേശു ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ടാവണം. എനിക്കും യേശുവിനെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹം കിട്ടിയ അവസരം പാഴാക്കിയില്ല, ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്പോൾ യേശുവിനെ അവനെ സൗഖ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ആ ബോധ്യം അവനുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ ഹൈലി പോസിറ്റീവായിട്ടുള്ള. പലർക്കും അങ്ങനെയില്ല. വിദ്യാർത്ഥികളൊക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദൈവവും ഇല്ല, യേശുവും ഇല്ല, ഒന്നുമില്ല, അപ്പനും അമ്മയും ഇല്ല ഒക്കെ. പിന്നെ അവരാണ്. അത് തെറ്റായ ഒരു സംഗതിയാണ്. എത്ര അറിവുള്ളവനായാലും എത്ര പഠിപ്പുള്ളവനായാലും അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അറിവിൻ്റെ, നല്ല അറിവിൻ്റെ ഒക്കെ ഉറവിടം ദൈവമാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പഠിച്ചാലേ നല്ല ബലമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഈ കുട്ടി മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ കുട്ടി പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അന്ധയാചകൻ അങ്ങനെയല്ല. അവന് വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യേശു അവൻ്റെ ആ ദൃഢനിശ്ചയം കണ്ട് അവനിൽ കനിവ് തോന്നി. അവൻ പറയണത് അത്രയേ ഉള്ളൂ, എന്നോട് കരുണ തോന്നണമേ എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അങ്ങനെ കരുണ തോന്നി. യേശു നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞപ്പോൾ അവനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒത്തിരി ഒച്ചത്തിൽ വായിച്ചൊരു ഭാഗമാണ്. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ്
കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തേക്ക് എത്തി. നിങ്ങൾ ഒരവസരം കിട്ടുമ്പോൾ ആ അവസരം ഗ്രാബ് ചെയ്യുന്നത് സ്ലോ ആകരുത്. വളരെ ഫാസ്റ്റായിട്ട് അത് അവസരം ഗ്രാബ് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതാണ് ഈ അന്ധയാചകനിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഒരു ഭാഗം. ഒരവസരം ദൈവം നീട്ടിക്കൊടുക്കുന്ന ഒരവസരമാണ്. നമുക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ സ്ലോ ആണ്, അത്രയ്ക്ക് ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഈ വ്യക്തിയിൽ നിന്ന്, ഈ അന്ധയാചകനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്ന് അതാണ്. അവൻ കുതിച്ചു ചാടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എങ്ങനെയാ ഈ അന്ധൻ എങ്ങനെയാണ് കുതിച്ചു ചാടിയത്? ഒരു പക്ഷേ ഒരാൾ അവൻ്റെ കൈ പിടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൈയ്യുമങ്ങനെ പിടിച്ചു, അവൻ്റെ സപ്പോർട്ടോടുകൂടി ഇയാൾ ആ ഡയറക്ഷനിൽ കുതിച്ച് പോയിട്ടുണ്ടാവും, വളരെ ഫാസ്റ്റായിട്ട്. ഞാൻ നിന്ന് സംസാരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ മാത്രമാണ് ഇരുന്ന് സംസാരിക്കുന്നുള്ളൂ. ക്ലാസ്സുകളിലും ഒക്കെ നിന്ന് തന്നെയാണ് പ്രസംഗങ്ങളിലൊക്കെ. അപ്പോൾ ഞാനിത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ, കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് പോസിബിളാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, അനുകരിക്കാനുള്ളത്, നല്ല അവസരങ്ങൾ വരുമ്പോൾ അത് ഉടനെ അതിനെ ഉപയോഗപ്പെടുത്തണം. പിന്നീടാകട്ടെ എന്ന് വെക്കരുത്. അങ്ങനെ അവരടുത്ത് അവിടെ ചെന്നപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമുക്കൊക്കെ മനസ്സിലായി അവന് കാഴ്ച കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ യേശുവിന് മനസ്സിലായില്ല എന്നുണ്ടോ? ഒരിക്കലുമില്ല. യേശുവിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ യേശു അവനിൽ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? നീ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായി പ്രാർത്ഥിക്കണം. യേശു പറയുന്നുണ്ടാവും ഇങ്ങനെ മനസ്സിൽ, എനിക്ക് നിന്നോട് കരുണ തോന്നാൻ, പറഞ്ഞില്ല, പറയുന്നുണ്ടാവാം, അങ്ങനെ എനിക്ക് കരുണ തോന്നാൻ പല മാർഗങ്ങളുണ്ട്. നാളെ നീ ഭിക്ഷ യാചിക്കുന്ന ആ സ്ഥലത്ത് കൂടെ ഒരു ധനാഢ്യനെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയും. ആ വഴി പോകുമ്പോൾ നിന്നെ കണ്ടു, ഒരു സ്വർണ്ണ നാണയം ഇട്ട് തന്നു, അത് കരുണ തോന്നലല്ലേ? ആണ്. അല്ലെങ്കിൽ ഒരു പയ്യനെ, വേറെ ജോലിയും പണിയൊന്നും ഇല്ലാത്ത, പഠിക്കാനൊന്നും സ്കൂളിൽ പോകാത്ത ഒരു പയ്യനെ നിനക്ക് സഹായിയായിട്ട് കിട്ടാം. അങ്ങനെയാണെങ്കിൽ ആ പയ്യൻ ഒരു വടിയുടെ മുൻഭാഗം പിടിച്ച് തോളിൽ വയ്ക്കും അവൻ. അപ്പോൾ പയ്യൻ്റെ ഉയരവും ഈ യാചകൻ്റെ കൈയുടെ ഇതുവരെയുള്ള ഉയരവും തുല്യമായിരിക്കും. അപ്പോൾ റോഡിൻ്റെ ഒരു ഭാഗം യാചകൻ്റെ കയ്യിലും മറ്റേ ഭാഗം പയ്യൻ്റെ തോളിലുമായിട്ട് അങ്ങനെ വഴി കാണിച്ച് പോകാം. അപ്പം ഇരുന്ന് യാചിക്കുന്നതിന് പകരം നടന്ന് യാചിക്കാം. അങ്ങനെ പല തരത്തിൽ ഈ യാചകനോട് കരുണ തോന്നാനുള്ള അവസരങ്ങളുണ്ട്. ഇതിലേതാ വേണ്ടത് എന്ന് കൃത്യമായിട്ട് നീ പറയണം. പ്രാർത്ഥിക്കുമ്പോൾ കൃത്യതയോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് ആണ് യേശു അവിടെ നമുക്ക് തരുന്ന സന്ദേശം. അങ്ങനെ അവൻ കൃത്യമായിട്ട് ചോദിച്ചു, എനിക്ക് കാഴ്ച കിട്ടണം, കാഴ്ച വീണ്ടും കിട്ടണം എന്ന്. നമ്മുടെ മക്കളൊന്നും പറയുന്നില്ല, എനിക്ക് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു, ഇനി എനിക്ക് നന്നായി പഠിക്കണം, വീണ്ടും നന്നായി പഠിക്കണം എന്ന് പറയണം. എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം. ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ പരീക്ഷയിൽ എഴുതാനുള്ള സബ്ജക്റ്റുകളൊക്കെ എഴുതുക. പല സ്കൂളുകളിലും മോട്ടിവേഷണൽ ടോക്കിന് പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ഒരു പുസ്തകത്തിൽ എഴുതിക്കും. 10 വിഷയം, അത്ര വിഷയമുള്ളതെല്ലാം എഴുതാൻ പറയും. എന്നിട്ട് ആ വിഷയത്തിൻ്റെ നേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്ക് അല്ലെങ്കിൽ ഗ്രേഡ് അത് എഴുതൂ. ദിവസവും അത് എടുത്ത് നോക്കുക. എനിക്ക് അതിന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം, എനിക്ക് A ഗ്രേഡ് കിട്ടും, A+ കിട്ടും, B, അങ്ങനെ പറയാം. ഇതിൻ്റെ പേര് ഓട്ടോ സജഷൻ എന്നാണ്. നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുക. ഓട്ടോ എന്ന് വെച്ചാൽ സെൽഫ്, ഓട്ടോ സജഷൻ, നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യാണ്. അത് വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയാണ്, നീ മിടുക്കനാണ്, നന്നായി പഠിക്കും, നിനക്ക് നല്ല റാങ്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഉടനെ നമ്മുടെ ബ്രെയിനിൽ ഒരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യുന്നില്ലേ? ആ മെസ്സേജാണ്
ആ എനർജി ജനറേറ്റ് ചെയ്തത്. അതുപോലെ പോസിറ്റീവായിട്ട് പലപ്പോഴും നമ്മളോട് ആരും പറയാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ പറയുന്നു. നല്ല കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയുന്നു. അതിനെയാണ് പ്രത്യാശ എന്നൊക്കെ വിശുദ്ധ ബൈബിളിലൊക്കെ നമ്മൾ പ്രത്യാശ, അത് പോസിറ്റീവാണ്, ഹൈലി പോസിറ്റീവാണ്. ഞാൻ പ്രത്യാശിക്കുന്നത് എന്തോ അത് ലഭിക്കും. അതാണല്ലോ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. വിശ്വാസം, പ്രത്യാശ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ എഴുതണം, അതുപോലെ അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അധ്യാപകർ അവരൊക്കെ എഴുതണം, ഞങ്ങൾക്ക് ഇത്ര ശതമാനം പാസ് കിട്ടും, ഇത്ര ഫുൾ A+, അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. അതെല്ലാം ഹൈലി പോസിറ്റീവാണ്. അതൊക്കെ ലഭിച്ചിരിക്കും. ഇത് യേശു നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വ്യക്തമായി പ്രാർത്ഥിക്കണം. ഇനി അവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ യേശുവിനെ അനുഗമിച്ചു. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ ഓരോന്നും കൂടുതൽ നന്മ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന മെസ്സേജ്. നമുക്ക് നന്മകൾ ധാരാളം, നമ്മൾ പ്രാർത്ഥിച്ചും ഒക്കെ നമുക്ക് പ്രവർത്തിച്ചുമൊക്കെ ധാരാളം നന്മകൾ ഉണ്ടാകുന്നു. ആ നന്മകളൊക്കെ കൂടുതൽ നന്മ ചെയ്യാനുള്ള വഴിയിലൂടെ ചെലവഴിക്കുക, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അതാണ്. ഇനി ഈ വിദ്യാർത്ഥിയെക്കുറിച്ച് ഒരു പോയിന്റ് കൂടി നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഈ കഥയുടെ കാതലായ ആശയം. അങ്ങനെ യേശുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്തത് എന്താണ്? പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു. മാർക്കോസ് ഈ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നതിൽ വല്ല പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഈ പുറങ്കുപ്പായം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. കുപ്പായം പുതച്ചാൽ ഓടാനായിട്ട്, കുതിച്ച് ചാടാനുള്ള ആ സ്വാതന്ത്ര്യം ഇല്ല, അവ തടസ്സങ്ങളാണ്. പുറങ്കുപ്പായം എന്ന് പറയുന്നത് തടസ്സമാണ്. യേശുവിൻ്റെ അടുത്തെത്താനായിട്ട്, അവൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള തടസ്സമാണ് പുറങ്കുപ്പായം. ആ തടസ്സം വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, പഠിക്കണമെന്നാകും. പക്ഷേ തടസ്സമായി നിൽക്കുന്നത് ഒന്നും വലിച്ചെറിയാൻ തയ്യാറല്ല. അവിടെയാണ് നമുക്കുണ്ടാകുന്ന പോരായ്മ. തടസ്സമായി നിൽക്കുന്നത് വലിച്ചെറിയാൻ തയ്യാറല്ലാത്തത്. രണ്ടാമത് ഒരാശയവും കൂടി അതിനകത്തുണ്ട്. ഒന്ന്, പുറങ്കുപ്പായം ഒരു തടസ്സമാണ്, അതുകൊണ്ട് അത് വലിച്ചെറിഞ്ഞു. തടസ്സം മാറ്റാൻ അവൻ തയ്യാറായി. എന്നിട്ടാണ് അവൻ്റെ പ്രവൃത്തി. തടസ്സം വെച്ചുകൊണ്ടുള്ള പ്രവൃത്തിയല്ല, തടസ്സം മാറ്റി അവോയ്ഡ് ചെയ്തിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ അത് 100 മേനി ബലം പുറപ്പെടുവിക്കും. രണ്ടാമതൊരു കാര്യം കൂടി ആ പുറം കുപ്പായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് യാചകന്മാരുടെ പുറങ്കുപ്പായം എന്താണ്? ഞാൻ പറഞ്ഞത് പുതപ്പാണെന്ന്. പക്ഷെ അത് പുതപ്പ് മാത്രമല്ല, അതവൻ്റെ സർവസ്വമാണ്. അതെങ്ങനെയാണ് മനസ്സിലായത്? അവൻ യാചിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം വിരിക്കും, എന്നിട്ട് അതിലാണ് ഇരിക്കുക. അതിൻ്റെ കുറച്ച് ഭാഗം മുന്നിലേക്ക് നീട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ ഇരിക്കുന്നതിൻ്റെ മുൻപിൽ ആ പുറങ്കുപ്പായത്തിൻ്റെ പുതപ്പിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവും. അതിലേക്കാണ് ആളുകൾ പൈസ എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ അപ്പോൾ അതിൻ്റെ പൈസ കളക്ട് ചെയ്യാനുള്ള ഒന്നാണത്. 2, കുറച്ച് പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവനത് എണ്ണി തിട്ടപ്പെടുത്തി പൊതിഞ്ഞ് അതിൻ്റെ അടിയിൽ വയ്ക്കും. അപ്പോൾ പൈസ സൂക്ഷിക്കാനുള്ള സൂക്ഷിപ്പ് സ്ഥലമാണ്. വെയിൽ വന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം തലേക്കൂടെ ഇടും. അപ്പോൾ വെയിലിൽ നിന്നുള്ള സുരക്ഷയാണ്. ചെറിയ മഴയൊക്കെ വന്നാലും അവൻ അത് തലേക്കൂടെ ഇടും, മഴയിൽ നിന്നുള്ള സുരക്ഷയാണ്. രാത്രിയാവുമ്പോൾ അവനത് വിരിച്ചിട്ടാണ് കിടക്കുക. അതിൻ്റെ ഒരു ഭാഗം കിടക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ കിടക്കയാണ്. അതിൻ്റെ പകുതി ഭാഗം അവൻ പുതയ്ക്കാൻ ഉപയോഗിക്കും, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. ഇനി ഉറക്കമൊക്കെ ആവുമ്പോൾ മിക്കവാറും കടത്തിണ്ണയിലൊക്കെ ആയില്ലേ കിടന്ന് ഉറങ്ങുന്നുണ്ടാവുക. അപ്പോൾ കൊതുക് വലയൊന്നും ഉണ്ടാവില്ല. ആ കൊതുക് വന്ന് പാട്ട് പാടാൻ നോക്കുമ്പോൾ അവൻ അതിൻ്റെ തലേക്കോടെ ഇടും. അപ്പോൾ കൊതുകിൽ നിന്നുള്ള രക്ഷയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതവൻ്റെ സർവസ്വമാണ്.
ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നവൻ ബാക്കി എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്നൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ ഈ തിരുവചന ഭാഗത്ത് നിന്ന് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്.